ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ മലബാറുകാരുടെ സ്വന്തം ഉന്നക്കായാണ് കേട്ടോ. അപ്പം ഞാൻ പഴം ഒരു ഏകദേശം പഴുത്ത പഴം എടുക്കരുത്, കുറച്ചൊന്ന് പഴുക്കാനായ പഴം എടുക്കണം കേട്ടോ. എന്നിട്ട് ഞാനത് കഴുകി കുക്കറിലിട്ട് 2 വിസിലടുപ്പിച്ചിട്ട് ഇനി നമുക്കിതിലേക്കൊരു കൂട്ട് വേണം, തേങ്ങാക്കൂട്ട്. തേങ്ങയും വേണം, അണ്ടിപ്പരിപ്പ്, മുന്തിരി, പഞ്ചസാര, ഏലക്കപ്പൊടി. അണ്ടിപ്പരിപ്പ് മുന്തിരി ഇല്ലാത്തതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്തു കേട്ടോ, ഉള്ളവർക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. പഞ്ചസാര മെൽറ്റ് ആവുമല്ലോ, അതുവരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി, അല്ലാതെ ബ്രൗൺ കളറൊന്നും ആവണ്ട കേട്ടോ. നമുക്കിതിലേക്ക് 2 കോഴിമുട്ട കൂടെ ചേർക്കണം. അതെന്താ പറയുക, തേങ്ങ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വിഭവം രാവിലെ ഉണ്ടാക്കിയത് എന്താണെന്ന് വെച്ചാൽ, മോൻ്റെ സ്കൂളിൽ ഒരു ഭക്ഷ്യമേള, അതായത് വാഴയിൽ നിന്നുള്ള സാധനങ്ങൾ, ഇപ്പോൾ നേന്ത്രപ്പഴം, മൈസൂർ പഴം, റോബസ്റ്റ്, അത് വെച്ചിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്. അപ്പോൾ അവനക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ ഉന്നക്കായ. അപ്പം നമ്മളത് നന്നായിട്ട് ഏകദേശം റോസ്റ്റ് ചെയ്യട്ടോ. ബ്ലാക്ക് കളറാവും എന്ന് വിചാരിച്ചിട്ട് പേടിക്കേണ്ട, അത് ബ്രൗണിഷ് കളറായിട്ട് നമുക്ക് ഇറക്കി വെക്കാം. ഞാൻ അതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചെടുത്തു. ആ കോഴിമുട്ട പൊട്ടിച്ച ശേഷം തീ ഒന്ന് കുറച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ കോഴിമുട്ട ഒന്ന് വേവുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളതിലേക്ക് 2 ഏലക്കപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് മറന്നുപോയതാണ്, അപ്പോൾ അത് നിങ്ങൾ ചേർക്കണേ. എന്നിട്ട് നമ്മൾ വെന്ത പഴം ഉണ്ടല്ലോ, അത് നന്നായിട്ട് വേവിച്ച് ഒരു ഫോർക്ക് വെച്ചോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെച്ചോ നന്നായിട്ട് ഉടച്ചു കൊടുക്കുക കേട്ടോ. നന്നായിട്ട് വെച്ചാൽ നന്നായിട്ട് തുടയ്ക്കുക. നമുക്കതിലേക്കുള്ള കൂട്ട് റെഡിയായി. ഇനി ഇത് ഉടച്ചിട്ട് നമ്മൾ ഒരു ഉരുള വലിപ്പത്തിലാക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഈ നടുവിലാണ് കേട്ടോ നമ്മളത് ആ കൂട്ട് വെക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ പഴം നന്നായിട്ട് കവർ ചെയ്തിട്ട് അത് എണ്ണയിൽ എന്ന് വെച്ചാൽ പെട്ടെന്ന് വേവുമല്ലോ, കൂടുതൽ എണ്ണ ഒന്നും കുടിക്കില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം സെറ്റാക്കി വെച്ച് ഇതൊരു 1 കിലോ പഴം ഉണ്ട് കേട്ടോ. 1 കിലോ പഴം വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു 10-12 ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് ഞാനത് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഒരു ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പം ഉന്നക്കായ എല്ലാവർക്കും അറിയാം, പക്ഷേ ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് നമ്മളെ നോമ്പ് സമയത്തൊക്കെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണല്ലേ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് പറയണേ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.